മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ ഉഗ്രസ്ഫോടനം 13 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. 70% 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഒരാൾക്ക് 90% പൊള്ളലേറ്റ് വെന്റിലേറ്ററിൽ തുടരുന്നു. 23 പേർ ചികിത്സയിലുമുണ്ട്. 45ഓളം പേർ അപകടത്തിൽപ്പെട്ടതായി സംശയിക്കുന്നു. പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ്. ഫോറൻസിക് വിഭാഗവും പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് 3:30ഓടെയാണ് തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗത്തിന്റെ 7ഓളം വെടിക്കെട്ട് നിർമ്മാണ കൂടാരത്തിൽ 24-നുള്ള സാമ്പിൾ വെടിക്കെട്ടിനും 27-ന് പുലർച്ചെയുള്ള വെടിക്കെട്ടിനുമുള്ള കരിമരുന്ന് സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. 3.5 ഏക്കറോളം വരുന്ന പ്രദേശത്തുള്ള പാടശേഖരത്തിന് നടുവിലായുള്ള വെടിക്കെട്ടുപുരയിൽ നിന്നും ഇടയ്ക്കിടെയുള്ള സ്ഫോടനങ്ങൾ രക്ഷാദൗത്യത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. സമീപത്തുള്ള ഹോട്ടലിൽ 55 പേർക്ക് ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നു. സ്ഫോടനം നടക്കുന്നതിന് തൊട്ടുമുൻപ് 6 പേർ ചായ കുടിക്കാനായി പുറത്തിറങ്ങിയതായും പറയുന്നു. ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷിനും പൊള്ളലേറ്റിട്ടുണ്ട്. വർഷങ്ങളായി തിരുവമ്പാടി ദേശത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ ഇവിടെയാണ് തയ്യാറാക്കിയിരുന്നത്. സമീപത്തുള്ള വീടുകളുടെ ജനൽ ചില്ലുകളെല്ലാം തകർന്നിട്ടുണ്ട്. ശബ്ദം കേട്ട് പലരും കുട്ടികളുമായി പുറത്തേക്ക് ഓടിമറഞ്ഞു. സ്ഫോടനത്തിന്റെ പ്രകമ്പനം നാട് മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സമീപത്തെ തെങ്ങുകളും കത്തിയിട്ടുണ്ട്. അന്തരീക്ഷമാകെ പുകപടലങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. മുണ്ടത്തിക്കോട് പാടശേഖരത്തിന്റെ നടുഭാഗത്താണ് വെടിക്കെട്ടുപുരയും വെടിക്കെട്ടിനാവശ്യമായ പടക്കങ്ങൾ, ഗുണ്ട്, അമിട്ട് തുടങ്ങിയ വിവിധ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നവയുമാണ് പൊട്ടിത്തെറിച്ചത്. കനത്ത ചൂടായതിനാൽ ഏതു ഭാഗത്തു നിന്നാണ് തീ ആളിപ്പടർന്നതെന്ന യാതൊരു നിശ്ചയവുമില്ല. പലരുടെയും ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ പോലീസും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചാക്കിലാക്കി എടുത്തുകൊണ്ടുപോകുന്നുണ്ട്. തീ ആളിപ്പടരുന്ന ഭാഗത്ത് സ്ഫോടനങ്ങൾ തുടരുന്നതിനാൽ പോലീസും അഗ്നിശമന വിഭാഗവും രക്ഷാപ്രവർത്തനം നടത്താൻ പ്രയാസപ്പെടുകയാണ്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. സാമ്പിൾ, പൂരം ഇവയ്ക്കാവശ്യമായ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കാൻ ധാരാളം തൊഴിലാളികളുമുണ്ടായിരുന്നു. ചിലർ ഓടി രക്ഷപ്പെട്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും സ്ഫോടനത്തിന്റെ തീവ്രത രൂക്ഷമായതിനാൽ യാതൊരുവിധ നിഗമനത്തിലെത്താനും കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ കോളേജിൽ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ അഗ്നിശമന സേനാ വിഭാഗവും മറ്റു ജില്ലകളിൽ നിന്നും എത്തുമെന്നും അധികൃതർ പറയുന്നു. സ്ഫോടനത്തിന് അല്പം ശമനമായിട്ടുണ്ട്. ഇടയ്ക്കിടെ സ്ഫോടന ശബ്ദമുള്ളതിനാൽ കത്തിച്ചാമ്പലായ ഭാഗത്ത് പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പുകപടലങ്ങളില്ലാത്ത ഭാഗത്ത് ജാഗ്രതയോടെ നാട്ടുകാരും പോലീസും അഗ്നിശമന വിഭാഗവും പരിശോധിക്കുന്നുണ്ട്. കത്തിച്ചാമ്പലായ സ്ഥലത്ത് അടിഭാഗങ്ങളിൽ കരിമരുന്നിന്റെ ഏതെങ്കിലും അംശമുണ്ടെങ്കിൽ എന്ന ആശങ്കയുമുണ്ട്. സംഭവ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. മജിസ്ട്രേറിയൽ അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്.